കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദാംശം ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായ ഒരു വാക്യമാണ്. ഞാൻ തന്നെ അതിവിടെ വായിക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കർത്തവ്യത്തിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അപ്പോസ്തലനായ യോഹന്നാന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട അനുഗ്രഹീതമായ ഒരു ഭാഗമാണ് ഈ 9-ാമത്തെ വാക്യം. ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നിശ്ചയമായും നമുക്കെല്ലാം നന്നായി ബോധ്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകാതെ ഈ വാക്യം ധ്യാനിച്ച സന്ദർഭത്തിൽ ദൈവാത്മാവ് നൽകിയ 2-3 ലളിതമായ ചിന്തകൾ ഈ രാത്രി നിങ്ങളുമായി പങ്കുവെച്ച് അവസാനിപ്പിക്കുവാനാണ് കർത്താവിൽ ഇന്ന് രാത്രി ഞാൻ താല്പര്യപ്പെടുന്നത്. നാം എല്ലാവരും അറിയുന്നത് പോലെ യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ യൂദ ഒഴിച്ചാൽ ബാക്കി ഉള്ള എല്ലാവരും രക്തസാക്ഷിത്വ മരണത്തിൽ കൂടിയാണ് അവരുടെ ദൗത്യം തികച്ച് ഇവിടെ നിന്ന് വിടവാങ്ങിയത്. എന്നാൽ സ്വാഭാവിക മരണം ഭരിക്കുവാൻ ഇടയായി തീർന്ന ഒരേ ഒരു ശിഷ്യൻ യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. എന്നാൽ അദ്ദേഹത്തെ രക്തസാക്ഷി മരണത്തിലേക്ക് നയിക്കത്തക്കതായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാഞ്ഞത് കൊണ്ടല്ല അദ്ദേഹം അങ്ങനെ ആയി തീരാതിരുന്നത്. ചരിത്രത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം അറിയുന്നത് പോലെ കർത്താവിന്റെ നാമനിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് താന് നാട് കടത്തപ്പെടുന്നതിന് മുന്നോടിയായി ഇങ്ങനെ പ്രസ്താവിക്കപ്പെടുന്നു: അദ്ദേഹത്തെ ചക്രവർത്തി തിളച്ച എണ്ണയ്ക്കകത്തിട്ട് അദ്ദേഹത്തെയും നശിപ്പിച്ചു കളയുവാൻ അല്ലെങ്കിൽ ജീവൻ അപഹരിച്ചു കളയുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ എണ്ണയിലിട്ടിട്ടും യോഹന്നാനെ കൊല്ലുവാൻ കഴിയാത്തത് കൊണ്ട് തടവുപുള്ളികളെ നാട് കടത്തുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനെയും നാട് കടത്തി. എന്നാൽ അതിനെ സംബന്ധിച്ചൊരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ചരിത്രം ഇങ്ങനെ പറയുന്നു: പത്മോസ് കൊണ്ടും യോഹന്നാൻ തീർന്നില്ല. അദ്ദേഹം പിന്നീട് തിരികെ നാട്ടിൽ കടന്നു വന്നു. വളരെ വയോവൃദ്ധനായി 92 വയസ്സുള്ള ഒരു മനുഷ്യനായി സഭകളെ ദൈവിക ആലോചനകളാൽ ഉറപ്പിച്ച് എന്തിനേറെ ലേഖനങ്ങൾ കൂടി ദൈവസഭകൾക്ക് കരുത്തിട്ട ദൈവാലോചനകൾ നൽകി സ്വാഭാവികമായിട്ടാണ് താൻ മരിച്ചത്. അതേ സംബന്ധിച്ച ഒരു പരാമർശമാണ് ഈ 9-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. അവിടെ നിന്ന് പ്രധാനമായും 3 ചിന്തകളാണ് ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് കൈമാറുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഞാൻ ആ വാക്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഈ വചനഭാഗം അല്പമായിട്ടൊന്ന് ധ്യാനിച്ചപ്പോൾ അതിനകത്തുനിന്ന് ലളിതമായ 3 പ്രകാശനങ്ങൾ ദൈവാത്മാവ് നൽകിയത് വേഗേന ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൽ 1-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് പത്മോസിൽ യോഹന്നാൻ അകപ്പെടേണ്ടി വന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത. ശ്രദ്ധിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിമിത്തമാണ് ഇപ്പോൾ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ അകപ്പെട്ടിരിക്കുന്നത്. അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ദൈവവചനവും ക്രിസ്തുവിന്റെ യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം ആണ് യോഹന്നാന് പത്മോസ് എന്ന ദ്വീപിൽ അകപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു: ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തമാണ് പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാൻ നാട് കടത്തപ്പെട്ടത്. പ്രിയരെ, ഇവിടെ നിന്നുകൊണ്ടൊരു പ്രകാശനം ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ കഷ്ടതകൾ നമുക്ക് 2 നിലകളിൽ അനുഭവിക്കാൻ പറ്റും എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 നിലകളിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മറുഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പത്രോസ് അതിന് മുകളിൽ അഗ്നിശോധനകളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിനിടയിൽ പത്രോസ് പറയുന്ന ഒരു വാക്യശൈലമുണ്ട്. 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം: നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല, പ്രത്യുത ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് എന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള കഷ്ടതയുടെ കാരണത്തിന് ഒരു പ്രസക്തിയുണ്ട്.
ഇവിടെ പത്രോസ് പറയുകയാണ് നാം കഷ്ടം അനുഭവിക്കേണ്ടത് എന്ന് വെച്ചാൽ തെറ്റായ നിലയിലും നമുക്ക് കഷ്ടത അനുഭവിക്കാൻ പറ്റും, ശരിയായ നിലയിലും നമുക്ക് കഷ്ടത അനുഭവിക്കാൻ പറ്റും. തെറ്റായ നിലയിലുള്ള കഷ്ടതയെക്കുറിച്ച് ഇവിടെ പത്രോസ് പറയുന്നു, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. കണ്ടോ, ഒരു 3-4 നിലകളിൽ വേണമെങ്കിൽ നമുക്ക് കഷ്ടം അനുഭവിക്കാൻ പറ്റും. കൊലപാതകനായിട്ട് കഷ്ടം അനുഭവിക്കാം, ദുഷ്പ്രവർത്തിക്കാരനായിട്ട് കഷ്ടം അനുഭവിക്കാം, കള്ളനായിട്ട് കഷ്ടം അനുഭവിക്കാം, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടും കഷ്ടം അനുഭവിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടതകൾ വേണ്ടാത്തതൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ ഇവിടെ യോഹന്നാനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഈ പറയപ്പെട്ട കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല കഷ്ടത അനുഭവിച്ചത്. തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തമാണ്. കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തതുകൊണ്ടല്ല, രാജ്യത്തിന്റെ നിയമം തെറ്റിച്ചതുകൊണ്ടല്ല, തെറ്റായ ഒരു തീരുമാനം എടുത്തതുകൊണ്ടല്ല, പരകാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടല്ല യോഹന്നാന് പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത്. പത്മോസിലേക്ക് നാട് കടത്തപ്പെടേണ്ടി വന്നതിന്റെ പുറകിലത്തെ കാരണം തെറ്റല്ലായിരുന്നു. താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, താൻ അറിഞ്ഞ ദൈവകൃപയുടെ പ്രകാശനം വിളംബരം ചെയ്തതുകൊണ്ട്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം, ദൈവത്തിന്റെ വചനം നിമിത്തം ആണ് യോഹന്നാൻ ഇവിടെ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പ്രഥമദൂത് ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്ക് ഞാൻ കൈമാറട്ടെ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിലത്തെ കാരണം ദൈവീകമാണെങ്കിൽ, നിന്റെ കഷ്ടതയുടെ പുറകിൽ വ്യാപരിക്കുന്ന കാരണങ്ങൾ ദൈവികമാണെങ്കിൽ, ആത്മീകമാണെങ്കിൽ, അഭിഷേകം നിമിത്തം, ദൈവകൃപ നിമിത്തം, ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നിനക്ക് ലൈഫിലൊരു കഷ്ടത വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പുറകിൽ ഉത്തരവാദിത്തമുള്ള ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന അഭിഷിക്തന്മാർ തിരിച്ചറിയണം, ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം. പുറകിൽ വ്യാപരിക്കുന്ന കാരണം ദൈവീകമാണെങ്കിൽ നിനവേണ്ടി ഉത്തരവാദിത്തത്തോടുകൂടി ചലിക്കുന്ന ഒരു കരം പുറകിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടുകൂടി കൈമാറട്ടെ. ദൗത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, വചനം പ്രവേശിച്ചതുകൊണ്ട്, അഭിഷേകത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, അതേ സത്യസുവിശേഷത്തിന്റെ വിളംബരത്തിന് വേണ്ടി ചിലയിടത്തെങ്കിലും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നിന്നതുകൊണ്ട് ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞെങ്കിൽ, നിങ്ങൾ ആരുടെയൊക്കെയോ ശത്രുക്കളായെങ്കിൽ, ആരൊക്കെയോ നിങ്ങൾക്ക് എതിരായെങ്കിൽ ഇന്ന് രാത്രി സങ്കടപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ദൈവത്തിന്റെ ഖരം ഈ രാത്രി അധികാരമുള്ള ദൈവാത്മാവ് ചിലരെ ഇന്ന് രാത്രി ഉറപ്പിച്ചുകൊണ്ട് പറയുക, നിന്റെ പുറകിൽ ഉത്തരവാദിത്വമുള്ള ദൈവത്തിന്റെ കരങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. തൽക്കാലം നീ രക്ഷപ്പെട്ടുവെന്ന് തോന്നിയാലും, തൽക്കാലം നീ ഏകാന്തത അനുഭവിക്കുന്നുവെന്ന് തോന്നിയാലും, തൽക്കാലം വന്നാലും നിനക്ക് വേണ്ടി ആത്മാർത്ഥതയോട് കാണാൻ തോന്നുന്നു. വൈകാരുടെ നിങ്ങളുടെ ലൈഫിൽ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആദരം പൂർണ്ണമായി പ്രതികരിച്ചാട്ടെ. ചിലരുടെ മനസ്സിനൊരു തണുപ്പാകുകയോ നിങ്ങളുടെ ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കരം ഇന്ന് രാത്രി പൊതുവെ വിശ്വസിച്ച് പറയാൻ കഴിഞ്ഞ ഈ ലോക്ക്ഡൌൺ സീസണിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഇവിടെ ആരും ഉത്തരവാദിത്വം വഹിക്കുന്നത് പോലെയല്ല ദൈവം നമ്മുടെ ഉത്തരവാദിത്വം വഹിച്ചാൽ. ഇവിടെ ഉത്തരവാദിത്വം വഹിക്കാമെന്ന് പറയുന്നവരൊക്കെ നമ്മുടെ യാത്രകളിൽ നമ്മെ വിട്ട് മാറിയെന്നിരിക്കും കേട്ടോ, അവർ നിസ്സഹായരായെന്നിരിക്കും. പക്ഷേ നിന്റെ പുറകിൽ ചലിക്കുന്ന കരം ദൈവത്തിൻ്റെതാണെങ്കിൽ, അവനാണ് നിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതെങ്കിൽ നിനക്ക് ഒന്നുകൊണ്ട് ആശങ്കപ്പെടേണ്ടത് ആയിട്ടില്ല. ഒരു ചിന്ത ഞാൻ അതിന്റെ ഒരു വിശദാംശത്തിനായി ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് വരുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്നത്തെ പുസ്തകത്തിൽ നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാരിൽ 3-ാമത്തവനായിരുന്നു യാക്കോബ്. യാക്കോബിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. ജ്യേഷ്ഠന്റെ അവകാശം താന് തട്ടിയെടുത്തു, അപ്പന്റെ അനുഭവം താന് കൈക്കലാക്കി. സ്വന്തം ഭവനത്തിൽ ഇക്കത്തള്ളിയില്ലാതെ വന്നപ്പോൾ അമ്മയുടെ ഉപദേശപ്രകാരം അമ്മാവന്റെ ഭവനത്തിലോട്ട് ഒരു ബ്രായിറ്റ് പിരീഡ് അമ്മ അവനെ പറഞ്ഞയക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം രാത്രി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുന്നതുമായിരിക്കും.
ഇപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചാട്ടെ 27-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം യാക്കോബിനെ സംബന്ധിച്ച് വിരോധനം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മേഖലയുണ്ട്. ഇവർ രണ്ടുപേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെങ്കിലും ഇവരുടെ സ്വഭാവത്തിന് വളരെ വ്യത്യാസമുണ്ട്. ഏശാവിനെ സംബന്ധിച്ചവൻ വേട്ടയിൽ സമർത്ഥനായിരുന്നു, വനസഞ്ചാരിയായിരുന്നു, ഒരു തന്റെ ഇടത്തിന്റെ പ്രതീകം, ധൈര്യത്തിന്റെ ഒക്കെ പ്രതീകമായ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യാക്കോബിനെ കുറിച്ച് തിരുവചനം പറയുന്നു, അവൻ സാധുശീലനും കൂടാരവാസിയുമാണ്. എന്തിനേറെ അമ്മയുടെ ഭാര്യത്തുമ്പിലൊക്കെ പിടിച്ചുകൊണ്ട് ആ വീടിന്റെ ചുറ്റുവട്ടം കൊണ്ട് മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം വന്ന സന്ദർഭത്തിൽ സ്വന്തം വീട്ടിൽ നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ അമ്മയുടെ ഉപദേശപ്രകാരം അമ്മാവന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. എന്റെ ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ കാണുകയാണ്, ഇതിനു മുൻപ് ഒരിക്കലും ഒരുപക്ഷെ യാക്കോബ് തനിയെ വീട് വിട്ടെങ്ങും പോയിട്ടുണ്ടാവുകയില്ല. അതിൻ്റെതായ ആശങ്കകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ തന്റെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം. എത്ര കാലത്തേക്കാണെന്ന് അവിടെ പറയുന്നില്ല. പ്രശ്നമൊക്കെ ഒന്ന് ശമിച്ചു കഴിയുമ്പോൾ, ജ്യേഷ്ഠന്റെ കോപം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, ഞാൻ നിന്നെ ആളുവിട്ട് വിളിപ്പിക്കാം എന്ന് പറഞ്ഞാണ് അമ്മ യാക്കോബിനെ അമ്മാവന്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ തന്റെ ആങ്ങളയുടെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ, മനസ്സില്ലാ മനസ്സോടുകൂടി ജീവനെ ഭയന്ന് അമ്മയുടെ ഉപദേശപ്രകാരം യാക്കോബ് കടന്നു പോകുമ്പോൾ അവന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, അമ്മ വിട്ട ഒരാള് എന്നെ വിളിക്കാൻ വേണ്ടി ഒരു ദിവസം വരും. പ്രിയരെ, ഒരു കൊല്ലം കഴിഞ്ഞു. എല്ലാ സമയത്തും അവന് വഴിക്കണ്ണുകളുമായി പുറകോട്ട് നോക്കും. അമ്മ വിട്ടയാൾ വരുന്നുണ്ടോ, എനിക്ക് എന്നെ അമ്മയുടെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റും? കൊല്ലം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, അമ്മയിട്ടയാൾ വന്നില്ല കേട്ടോ. കൊല്ലം 20 കഴിഞ്ഞിട്ടും അമ്മ പറഞ്ഞ വാക്ക് പാലിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. കണ്ടോ, ഉത്തരവാദിത്വം അമ്മ വിട്ടത് മകനെ നീ പൊയ്ക്കൊള്ളുക, ഈ പ്രശ്നം ജ്യേഷ്ഠന്റെ കോപം ശമിച്ചു കഴിയുമ്പോൾ ഞാൻ നിന്നെ ആളുവിട്ട് വിളിപ്പിച്ചു കൊള്ളാം. 20 കൊല്ലവും വഴിക്കണ്ണുകളുമായി നോക്കിയിരുന്നിട്ടും അമ്മ വിട്ടയാള് വന്നില്ല. ആ അമ്മയ്ക്ക് ഉത്തരവാദിത്വം നിവർത്തിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. മനുഷ്യൻ നിനക്ക് തരുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും, പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ. തിരിച്ചു നോക്കിക്കേ, അവൾ ആ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു പോയി. ആളെ വിടാനോ യാക്കോബിനെ മടക്കി വരുത്തുവാനോ അവൾക്ക് കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലൂസിന്റെ മണ്ണിൽ വെച്ച് അങ്ങോട്ട് പോകുന്ന വഴി 28 രാത്രി കണ്ട സ്വപ്നത്തിന്റെ മുമ്പിൽ തീരുമാനമെടുത്തവൻ പറയുന്ന ഒരു തീരുമാനത്തിന്റെ വാക്ക് സ്വർഗത്തിലെ ദൈവം കുറിച്ചിട്ടു. ഈ പോകുന്ന വഴിയിൽ എന്റെ കൂടെ ഇരിക്കണം, ധരിപ്പാൻ, വസ്ത്രം, കഴിക്കാൻ, ആഹാരം എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നീ എന്നെ മടക്കി വരുത്തുകയും ചെയ്താൽ, ഇന്ന് ഞാൻ ഇവിടെ നാട്ടു നിർത്തിയ ആലയമാകുമെന്ന് പറഞ്ഞ് തീരുമാനം ചെയ്ത യാക്കോബിന്റെ തീരുമാനത്തെ കണ്ട ഒരു ദൈവം, ആ തീരുമാനത്തെ ശ്രദ്ധിച്ച ഒരു ദൈവം 20 കൊല്ലം അപ്പുറം കഴിഞ്ഞെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, അപ്പന്റെ ഭവനത്തിലേക്ക് അവനെ മടക്കി വരുത്തി. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ ഇതോട് ചേർത്ത് ഞാനൊരു വാക്യം നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ താല്പര്യപ്പെടുകയാണ്. 7-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതിന്റെ മുകളിൽ വിശേഷയേറിയ നിയമത്തിന് നമ്മുടെ കർത്താവ് ഉത്തരവാദിയാ. ശ്രദ്ധിച്ചോ, മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ നിന്റെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് പരാജയപ്പെടത്തില്ല. 20 കൊല്ലം കഴിഞ്ഞെങ്കിലും എന്റെ ദൈവം യാക്കോബിനെ മടക്കി വരുത്തിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറഞ്ഞ ദൂത് ചില കാലം മുമ്പോട്ട് പോയാലും പാലിക്കപ്പെടും. തടസ്സം എത്രയുണ്ടെങ്കിലും, വെല്ലുവിളികൾ എത്രയുണ്ടെങ്കിലും, ശത്രുക്കൾ എത്രയുണ്ടെങ്കിലും ഇന്ന് രാത്രി ഉറപ്പിച്ചു കൊള്ളുക, ഉത്തരവാദി ദൈവമാണെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ. ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഉണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് 1-ാമത്തെ ഭാഗത്തിന് ഞാൻ അങ്ങനെ വിശദീകരണം ചുരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 1-ാമത്തെ ചിന്ത, നമ്മുടെ കഷ്ടതയുടെ പുറകിലത്തെ കാരണങ്ങൾ ദൈവികമാണെങ്കിൽ അതിന്റെ പുറകിൽ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു ദൈവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യോഹന്നാന്റെ കഷ്ടതയുടെ പുറകിലത്തെ കാരണം ദൈവികമായിരുന്നു. ദൈവവചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തമാണ് അവൻ പത്മോസിൽ പോയത്. അതുകൊണ്ട് തന്നെ അവന് ഒരു മടങ്ങിവരവ് കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതായിരുന്നു. നമ്മുടെ പുറകിലെ കഷ്ടതയുടെ കാരണങ്ങൾ ദൈവികമെങ്കിൽ അതിന്റെ പുറകിൽ ഉത്തരവാദിത്വമുള്ള ഒരു ദൈവമുണ്ട്. 2-ാമത്തെ ആ വേദഭാഗത്തെ 9-ാമത്തെ വാക്യം ഒന്നുകൂടി നമ്മളൊന്ന് വിശകലനം ചെയ്താൽ രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന അവിടുത്തെ ഒരു ദൂത് ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യോഹന്നാനെന്ന് ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു, ആണെന്നല്ല,
ആയിരുന്നു. കണ്ടോ, പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു എന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹം പത്മോസിലല്ല. ഈ ലേഖനം അല്ലെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം പത്മോസിലല്ല. രണ്ടാമത്തെ കൂടി ഞാൻ ഇങ്ങനെ കൈമാറട്ടെ പ്രിയരെ. ദൈവികമാണ് നമ്മുടെ കഷ്ടതയുടെ പുറകിലത്തെ കാരണമെങ്കിൽ നമ്മുടെ വർത്തമാനകാല പ്രതിസന്ധികളെ എന്റെ ദൈവം ഭൂതകാലത്തിന്റെ ഓർമ്മയാക്കി മാറ്റും. ഇന്നത്തെ വർത്തമാനകാല പ്രതിസന്ധികളിൽ ചിലതിനെ എന്റെ ദൈവം നിന്റെ ഭൂതകാലത്തിന് ഒരു ഓർമ്മയാക്കി മാറ്റുമെന്ന്. ഒഴുകി പോയ വെള്ളം പോലെ നീ കഷ്ടതയെ മറക്കുമെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇന്ന് നിനക്ക് കഷ്ടതയായിരിക്കാം, പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നീ ഓർക്കും അന്ന് എനിക്ക് കഷ്ടത ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എന്റെ ദൈവം എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അതേ കേൾക്കുന്ന ചിലർക്ക് എന്റെ ദൈവം ചില സാക്ഷ്യം തരാൻ പോവുക. എന്താ സാക്ഷ്യം? ഞാൻ ഞെരുക്കത്തിലായിരുന്നു, ഞാൻ കഷ്ടത്തിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ അല്ലെന്ന യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചിലർ ഈ വചനം കൊണ്ട് സൗഖ്യമാകുകയാണ്. ചിലരെ ഒരു പഴയ കഥയാക്കി മാറ്റുകയാണ്. ചില കഥകളെ എന്റെ ദൈവം പുറകോട്ട് ഒഴുകിപ്പോയ വെള്ളം പോലെ പുറകോട്ട് മാറ്റുകയാണ്. ഇന്നിന്റെ പ്രതിസന്ധികളെ എന്റെ ദൈവം ഭൂതകാലത്തിന്റെ ഓർമ്മയിലേക്ക് മാറ്റിക്കൊണ്ട് നിന്റെ വർത്തമാനകാലത്തിൽ അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. സങ്കീർത്തനം 4 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പൊ ഒരിക്കൽ ഞെരുക്കമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ഞെരുക്കത്തിലല്ല, എന്റെ ദൈവം എന്റെ സ്ഥിതി മാറ്റി. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, വർത്തമാനകാല പ്രതിസന്ധിയെ ഭൂതകാലത്തിന്റെ ഓർമ്മയാക്കി മാറ്റി. അതേ പ്രിയപ്പെട്ടവരെ, പത്മോസിൽ ഒരുപാട് പേര് തീർന്നു കാണും, പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയുള്ള യോഹന്നാനെ, നെഞ്ചിൽ ചാടിയ യോഹന്നാനെ, നീ പത്മോസിൽ തീരത്തില്ല. തീരുമെന്ന് ആരൊക്കെ വിധി എഴുതിയാലും ഡൊമീഷ്യൻ അല്ല നിന്റെ ലൈഫിന്റെ അവസാനം എന്തെന്ന് തീരുമാനിക്കുന്നത് നിന്നെ വിളിച്ച ദൈവമാണ്. ഇന്ന് രാത്രി നിന്റെ ലൈഫിലെ വിധി എഴുതേണ്ടത് ഇനി ഇതിന് ഭേദം വരത്തില്ല, ഇനി ഇത് ഒരു ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകത്തില്ല. ഈ കേസ് ആ കണ്ണടയും വരെ നിങ്ങൾ കൊണ്ട് നടക്കേണ്ടി വരുമെന്നൊക്കെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവസാനത്തെ വാക്ക് ഡോക്ടറിന്റേതല്ല, നിന്റെ ലൈഫിലെ അവസാനത്തെ വാക്ക് നിന്നെ വിളിച്ച ദൈവത്തിൻ്റെതാ. സ്വർഗം അങ്ങനെ ചെയ്യട്ടെ. ചില ശരീരങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഈ വചനം ചെയ്യട്ടെ. നിന്റെ വർത്തമാനകാല പ്രതിസന്ധിയെ ദൈവം ഭൂതകാലത്തിന്റെ ഓർമ്മയാക്കി മാറ്റുന്നവനാണ്. പത്മോസിൽ ഒരുപാട് പേര് തീർന്നു കാണും, പക്ഷെ യോഹന്നാനെ, നീ അവിടം കൊണ്ട് തീരത്തില്ല, നീ പത്മോസിനെ ജയിച്ചിരിക്കും. ഇന്ന് രാത്രി ചിലർ കഷ്ടതയെ ജയിക്കാൻ പോവുക, ചിലർ നൊമ്പരങ്ങളെ ജയിക്കാൻ പോവുക, ചിലർ ഞെരുക്കങ്ങളെ ജയിക്കാൻ പോവുക, ചിലർ ലോകത്തിന്റെ പ്രതിസന്ധികളെ ജയിക്കാൻ പോവുക, ചിലർ ശുശ്രൂഷ മേഖലയിൽ സകല് ചെയ്യുന്ന ചില മണ്ഡലങ്ങളെ ആ കർത്താവിന്റെ അഭിഷേകത്താൽ ജയിക്കാൻ പോവുകയാണ്. നൈൽ നദിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ എറിഞ്ഞു കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ വീണ ഓരോ ആൺകുഞ്ഞുങ്ങളെയും പരിചയമുള്ള ഒരുപാട് ചീങ്കണ്ണികൾ ആഹാരമാക്കിയിട്ടുണ്ട്. പക്ഷേ പദ്ധതിയുള്ള മോശെ, നീ നൈലിനെ ജയിച്ചിരിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തിയോടുകൂടി ഇടപെടുക. ഒത്തിരി പേര് തീർന്ന നദി നീ തീരത്തില്ല. ചിലതിന്റെ ഫിനിഷിംഗ് പോയിന്റിനെ എന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? തീരുമെന്ന് പറഞ്ഞെടുക്കുകയും ചില തുടക്കങ്ങളും തുടർച്ചകളും ഇന്ന് രാത്രി കൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഒറ്റഫലം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതോടെ ആശയപ്പൊരുത്തമുള്ള മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. യേശു കർത്താവ് യോഹന്നാനോടായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം 18-ാമത്തെ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മാനവകുലത്തിന്റെ ദൗത്യ നിർവഹണത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ പുത്രനായി താണഭൂമിയിൽ അവതരിച്ചു. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരണം വരിച്ചു. സ്തോത്രം. 3-ാം നാൾ മരണത്തെ ജയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ സത്യത്തെ ഇവിടെ പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഒരു സത്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് പ്രിയരെ. അതിൽ കൂടി ഇവിടെ പത്മോസിലായിരുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ യേശു കർത്താവ് പറയുന്നു, ഞാനും മരിച്ചവൻ ആയിരുന്നു, എന്നാൽ
എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രിയരെ, ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ചില താൽക്കാലിക പ്രതിസന്ധികൾ ദൈവം നിന്റെ ലൈഫിൽ അനുവദിക്കുന്നത് നിലനിൽക്കുന്ന ചില ദൈവപ്രവൃത്തിയുടെ ഒരു അടിത്തറവാകാനായിട്ടാണ്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ചില താൽക്കാലികമായ പ്രതിസന്ധികൾ ദൈവം നിന്റെ ലൈഫിൽ അനുവദിക്കുന്നത് നിലനിൽക്കുന്ന ചില ദൈവപ്രവർത്തികൾ നിനക്ക് കൈമാറാനാണ്. ഈ ലോക്ക്ഡൌൺ സീസൺ ചില കൈമാറ്റങ്ങൾ ചിലരുടെ ലൈഫിൽ നടക്കാൻ പോവുകയാണ്. ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം ചിലത് നടത്തി നിന്നെ അസാധാരണമായി മൂർച്ച കൂട്ടി അഭിഷേകത്തോടെ കരുത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ്. താൽക്കാലികമായ ചില തടസ്സങ്ങൾ, ചില മുടക്കങ്ങൾ ഒക്കെ ദൈവം നിലനിൽക്കുന്ന ചില ദൈവപ്രവൃത്തിയുടെ ഹേതുവാക്കി അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആക്കി മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിനൊരിക്കൽ കൂടി ഒന്ന് മഹത്വം കൊടുക്കാട്ടെ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ